ഹായ് ഹലോ ഞാനിന്ന് എന്തോ ഉണ്ടാക്കാൻ പോകുന്നതെന്നൊന്നും പറയണ്ടല്ലോ. നല്ല അടിപൊളി മാങ്ങാച്ചാറാണ്. നമ്മൾ ഈ മാങ്ങാച്ചാർ ഇടാൻ അറിഞ്ഞുകൂടാത്തവർക്കും പെട്ടെന്ന് ഇടാതെ അതിനത് ആദ്യമായിട്ട് ഞാൻ 1 കിലോ മാങ്ങ എടുത്തതിന് ശേഷം നന്നായിട്ട് കഴുകി തുടച്ച് വൃത്തിയാക്കി എടുത്തതിന് ശേഷം നന്നായിട്ട് സ്ക്വയർ പീസായിട്ടായിരുന്നു ഉപ്പ് വരട്ടി അതൊരു അരമണിക്കൂർ ഞാനങ്ങ് മാറ്റി വെച്ച് അത് അവിടെ ഇരുന്ന് കുറച്ച് നേരം ഉപ്പിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് ഞാൻ ഒരു പാനിനകത്ത് നല്ലെണ്ണ ഒഴിച്ചതിന് ശേഷം അതിലോട്ട് നമ്മൾ കടുകിടുവാണ്. കടുകിട്ട് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം അതിനകത്തോട്ട് നമുക്ക് വെളുത്തുള്ളി ഇടാവേ. വെളുത്തുള്ളി ഇട്ടതിൽ കൊടുത്തതിന് ശേഷം കറിവേപ്പില ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാവേ. ഒരുമാതിരി ഒരു യെല്ലോയിഷ് ബ്രൗൺ ഷെയ്ഡ് വരുമ്പോഴത്തേക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം 3 സ്പൂൺ കാശ്മീരി ചില്ലിയാണ് ഞാൻ ഇടുന്നത്. കാശ്മീരി ചില്ലി ഇട്ടതിന് ശേഷം അതിനകത്തോട്ട് കടുക് വറുത്ത് പൊടിച്ചെടുത്തതും കൂടി ഇട്ട് കായപ്പൊടിയും കൂടി ഇട്ട് ഉലുവയും കൂടി ഇടണേ. ഉലുവ വറുത്ത് പൊടിച്ചിടുന്നതാണ് നല്ലത്. ഉലുവയും കൂടെ വറുത്ത് പൊടിച്ചിട്ടിട്ട് വീണ്ടും നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. ഇളക്കി കൊടുത്താൽ ആ എണ്ണയ്ക്കകത്ത് കിടന്ന് നന്നായിട്ട് ഇതങ്ങ് മിക്സ് ആവണം എന്ന് വെച്ചാൽ നന്നായിട്ട് യോജിക്കണം. അതിനുശേഷം തീ നമുക്കൊരു ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം കുറച്ച് വിനാഗിരി ഒഴിക്കാതെ. കുഞ്ഞുമക്കൾ വീട്ടിലുണ്ടെങ്കിൽ ഈ വിനാഗിരി ഇടവ് വളരെ കുറവിടുന്നതായിരിക്കും നല്ലത്. ഞാൻ 2 സ്പൂണാണ് ഇട്ടതിന് ശേഷം ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ കഴുകി കുളിപ്പിച്ച് ഉരുക്കി വെച്ചിരിക്കുന്ന മാങ്ങക്കുട്ടനെ എടുത്ത് ഇതിലോട്ടങ്ങിടാം. മാങ്ങയുടെ വെള്ളവും മാങ്ങയും കൂടെ നന്നായിട്ട് അതിനകത്തോട് ചേർന്നിട്ട് വീണ്ടും നമ്മൾ നേരത്തെ പ്രോസസ്സ് തന്നെ തുടങ്ങുക. ഇളക്കലിന് ഒരു മടിയും കാണിക്കരുത്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വരുമ്പോഴത്തേക്കും നല്ല അടിപൊളി മാങ്ങാച്ചാർ റെഡിയായി. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ സ്കൂളിലൊക്കെ കൊടുത്തുവിടാനും അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തവർ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ബൈ ബൈ, സീ യു.